നമസ്കാരം, ഡീപ് ഫോക്കസിലേക്ക് സ്വാഗതം. സോളാർ കോഴ ആരോപണത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന തൃശൂർ വിജിലൻസ് കോടതി വിധി ഹൈക്കോടതി 2 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ തന്നെ വിജിലൻസ് കോടതി വിധി വന്നപ്പോൾ തന്നെ അതിന്റെ സാങ്കത്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ വിഷയമാണ് ഇന്നും ഡീപ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് CP ഉദയഭാനു, നിയമവിദഗ്ധൻ, ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം അഡ്വക്കേറ്റ് സൂര്യ ബിനോയ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ഇത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക്. തൃശൂർ വിജിലൻസ് കോടതിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് P. ഉബൈദ് ഉത്തരവ് 2 മാസത്തേക്ക് മരവിപ്പിച്ചത്. വിജിലൻസ് കോടതിയുടെ നടപടി അധികാരപരിധി ലംഘിക്കുന്നതാണെന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെയും പ്രധാനപ്പെട്ട വാദം. 28-ാം തീയതിയിലെ മാധ്യമ റിപ്പോർട്ടുകളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് വിജിലൻസ് കോടതി ഉത്തരവെന്നും വാദിച്ചു. അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയും ഈ വാദത്തെ പിന്തുണച്ചു. 2 സുപ്രീം കോടതി ഉത്തരവുകളെ അടിസ്ഥാനമാക്കിയാണ് വിജിലൻസ് കോടതി വിധിയെ ഹൈക്കോടതി മരവിപ്പിച്ചത്. 1988-ലെ സുപ്രീം കോടതി ഉത്തരവും ലളിതകുമാരി കേസിലെ ഉത്തരവും രണ്ടിലും മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മീഡിയ 1 കൊച്ചി. അതിഥികളിലേക്ക് വരാം. അതിനു മുൻപ് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ, കോടതി മരവിപ്പിച്ചുകൊണ്ട് നടത്തിയ നിരീക്ഷണങ്ങളിലേക്ക് വരാം. തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ കോടതി നടത്തിയ പരാമർശങ്ങൾ പ്രധാനപ്പെട്ടത് വിജിലൻസ് കോടതി നടത്തിയത് യാന്ത്രികമായ വിധി പ്രസ്താവമാണ് എന്നതാണ്. സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ നേരത്തെയുള്ള ഉത്തരവുകൾ പരിഗണിക്കപ്പെട്ടില്ല എന്നും കോടതി നിരീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മാധ്യമ റിപ്പോർട്ടുകളെ മാത്രം മുഖവിലക്കെടുത്തു. ഒരു സ്ത്രീ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയാൽ കോടതി സ്വാധീനിക്കപ്പെട്ടു. കോടതി പോസ്റ്റ് ഓഫീസ് മാത്രമായി പ്രവർത്തിച്ചു. പരാതി വാങ്ങി പോലീസിന് കൈമാറുക വഴി ലളിതകുമാരി കേസിലെ സുപ്രീം കോടതി ഉത്തരവ് ലംഘിക്കപ്പെട്ടു. K. ബാബുവിനെതിരെയും കോടതി ഇതേ രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത്. ഇത്തരത്തിൽ പെരുമാറിയ ജഡ്ജിക്കെതിരെ കോടതിക്ക് വേണമെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് കോടതി നിരീക്ഷണങ്ങളിൽ പറയുന്നത്. ഇനി അതിഥികളിലേക്ക് വരാം. അഡ്വക്കേറ്റ് സൂര്യ ബിനോയ്, അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ ജയശങ്കർ, ഇന്നലെ നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ K. ബാബുവിൻ്റെ കേസിൽ സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിക്കാം എന്ന് ഇന്നലെ നമ്മൾ നിരീക്ഷിക്കുകയുണ്ടായി. പക്ഷേ താങ്കൾ അതിന് വിരുദ്ധമായ കുറേ ന്യായങ്ങൾ നിരത്തുകയും ചെയ്തിരുന്നു. ഇവിടെ കോടതി നടത്തിയ ഈ നിരീക്ഷണങ്ങളെ താങ്കൾ ഇപ്പോൾ എങ്ങനെ കാണുന്നു? ലളിതകുമാരി കേസിൻ്റെ നിയമപരമായ ഉള്ളടക്കം പരിഗണിച്ചില്ല എന്ന വിമർശവും കൂടി കോടതിയിൽ നിന്ന് വരുമ്പോൾ കീഴ്ക്കോടതിയുടെ ഏത് ഉത്തരവും ഹൈക്കോടതിക്ക് സ്റ്റേ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അതിന്റെ അർത്ഥം കീഴ്ക്കോടതിയുടെ ഉത്തരവ് അന്തിമമായിട്ട് അസ്ഥിരപ്പെടുത്തി എന്നുള്ളതല്ല. അതിന് പരാതിക്കാരന്റെ വാദം കൂടി കേട്ടതിന് ശേഷം ഒരുപക്ഷെ മറ്റൊരു ജഡ്ജി കൂടുതൽ വിശദമായ വാദത്തിന് ശേഷം വിധി കൽപ്പിക്കാനുള്ളതാണ്, തീർപ്പ് കൽപ്പിക്കപ്പെടാനിരിക്കുന്നതാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവാണ്. അങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് തീർച്ചയായിട്ടും അധികാരമുണ്ട്. അതിനെ ഞാൻ ഒരിക്കലും വെല്ലുവിളിക്കുകയുമില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ശ്രീ ജസ്റ്റിസ് ഉബൈദ് ഏതാണ്ട് നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഡീൻ കുര്യാക്കോസിന്റെ നിലവാരത്തിലേക്ക് പോയി എന്നുള്ളതാണ് എന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യം. അതാണ് കീഴ്ക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. സ്റ്റേ ചെയ്ത് ശരി, സ്റ്റേ ചെയ്തോട്ടെ. അതിന്റെ ന്യായാന്യായങ്ങൾ അടുത്തൊരു ഘട്ടത്തിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഇന്നലത്തെ ഉത്തരവിലും അതുപോലെ തന്നെ ആണ് കാര്യങ്ങൾ. ഇന്നലത്തെ ഉത്തരവിൽ മറ്റൊരു വലിയ നിയമവിരുദ്ധത ഉണ്ടായിരുന്നു. അത് ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. ഇന്നത്തെ ഉത്തരവിനെ പറ്റി പറയാം. ഇന്ന് അദ്ദേഹം സ്റ്റേ ചെയ്യുക മാത്രമല്ല ഇത് ഇടക്കാലത്തിലൂടെ ഈ കീഴ്ക്കോടതിയുടെ ജഡ്ജി, അതായത് കോടതി ജഡ്ജിയെ അതിവിശദമായി വിമർശിക്കുകയും അദ്ദേഹത്തിന് ഇതിന്റെ അച്ചടക്ക നടപടി എടുക്കുക എന്ന് വരെ ഭീഷണിപ്പെടുകയും ചെയ്തു. അത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്, അനുചിതമാണ്. ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അനുചിതമാണ്, നിർഭാഗ്യകരമാണ്. അങ്ങനെ ചെയ്യാനുള്ള അധികാരവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്ക് ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിക്കുമ്പോൾ ഇല്ല. ഒരുപക്ഷെ അന്തിമവാദം കഴിഞ്ഞ് അന്തിമ വിധി കൽപ്പിക്കുമ്പോൾ കീഴ്ക്കോടതിയെ വേണമെങ്കിൽ വിമർശിക്കാം. അതിനും പരിധികളുണ്ട്. ഈ ജസ്റ്റിസ് ഉബൈദ് സുപ്രീം കോടതിയുടെ ഇതിനു മുമ്പുള്ള വിധികളൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം ഞാൻ പറയുകയാണ്. കീഴ്ക്കോടതിയിലെ ന്യായാധിപന്മാരെ ആ രീതിയിൽ വിമർശിക്കരുത് എന്ന് സുപ്രീം കോടതി ഒരു തവണയല്ല പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. മലപ്പുറം ജില്ലക്കാരനായ ഒരു ജഡ്ജിക്ക് ആര്യാടൻ മുഹമ്മദിനോട് ആരാധന ചെയ്യുന്നത് ന്യായമാണ്. പക്ഷേ
ഇദ്ദേഹത്തിന്റെ ഈ വിധി പരമ അബദ്ധമാണ്, ശുദ്ധ അസംബന്ധവുമാണ്. അതെ, ആ വ്യഗ്രത, ആ വേഗത അല്ലെങ്കിൽ എടുത്തുചാട്ടം ഇന്നലത്തെ വിധിയിലും ഉണ്ടായിരുന്നതായി നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അസാധാരണമായ സാഹചര്യത്തിലെ അസാധാരണമായ വിധി എന്നൊക്കെ പറയുന്നതും അതോടൊപ്പം തന്നെ കോടതി ഇന്നലെ നടത്തിയ ചില നിരീക്ഷണങ്ങളും എല്ലാം ഇതിന് സമാനമാണ്. രണ്ട് കോടതികളും രണ്ട് രീതിയിൽ ഇത്തരം ചില എടുത്തുചാട്ടങ്ങൾ നടത്തിയതായി നമുക്ക് തോന്നാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിധിയെ അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത്? ഇതേ രീതിയിലുള്ള ഒരു അമിത വ്യഗ്രത, നീതി നടപ്പാക്കാനുള്ള അമിതമായ വ്യഗ്രത ഉണ്ടായിരുന്നു. അത് ശരിയുമാണ്. അങ്ങനെ ഒരു വിമർശനം അതേക്കുറിച്ച് സ്വാഭാവികമായിട്ട് ഉയർന്നു വരാവുന്നതാണ്. പക്ഷേ കീഴ്ക്കോടതിയിലെ ജഡ്ജി ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ആ തെറ്റ് തിരുത്താനല്ലാതെ അതിനേക്കാൾ വലിയ ശക്തി അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കാൻ, അതിനേക്കാൾ വലിയ ബലപ്രയോഗം അദ്ദേഹത്തിനെതിരെ നടത്തുന്നത് ഹൈക്കോടതി ഏത് നിലവാരത്തിലെത്തി? ഇത് തന്നെയാണല്ലോ യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തത്. ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജിയെ കുറിച്ച് ജഡ്ജിയുടെ ശവമഞ്ചവുമായിട്ട് അവർ വിജിലൻസ് കോടതിയിലേക്ക് ഘോഷയാത്ര നടത്തി. നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരുടെ നിലവാരത്തിലേക്ക് ജസ്റ്റിസ് ഉബൈദ് എത്തിയെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. യെസ്, ജയശങ്കർ, ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങി വരാം താങ്കളിലേക്ക്. സൂര്യ ബിനോയ് ഉണ്ട് നമ്മോടൊപ്പം. സൂര്യ ബിനോയ്, ഒരു സ്ത്രീ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയാൽ കോടതി സ്വാധീനിക്കപ്പെട്ടു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീ വിരുദ്ധതയുമുണ്ട് വളരെ കൃത്യമായി തന്നെ. അങ്ങനെ കോടതി നടത്തുന്ന നിരീക്ഷണങ്ങൾ ഏതോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നു, സ്ത്രീ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നു. വിജിലൻസ് കോടതി ഇങ്ങനെയൊക്കെയാണോ ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്തിരുന്നത് എങ്കിൽ പോലും അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കീഴ്ക്കോടതി ജഡ്ജിയെ ഇത്ര രൂക്ഷമായി വിമർശിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നുവോ? വിജിലൻസ് കോടതിയുടെ വിധിയിൽ തീർച്ചയായും മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ പറ്റിയാണ് പരാമർശം. എൻ്റെ വിമർശനവും അതുതന്നെയാണ്. അത് ഒരു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ വിമർശിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഈ ജസ്റ്റിസ് ഉബൈദിൻ്റെ വിധിയോട് ഞാൻ ഇന്ന് യോജിക്കുന്നതിനുള്ള കാരണം ഇതുതന്നെയാണ്. കാരണം വിജിലൻസ് കോടതിയുടെ വിധി അതിൻ്റെ ഔട്ട്കം എന്തും ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്തും ആയിക്കൊള്ളട്ടെ, അതിലേക്ക് നയിച്ച റീസണിങ്, യുക്തിവിചാരം യുക്തിഭദ്രമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ സോളാർ കമ്മീഷന് മുൻപിൽ ശ്രീമതി സരിത നായർ നൽകിയ മൊഴിയുണ്ട്. അത് അവർ ഓത്ത് എടുത്ത് നൽകിയ വിധിയാണ്, സോൺ സ്റ്റേറ്റ്മെൻ്റാണ്. അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ വെളിച്ചത്തിൽ കോടതിക്ക് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള വകുപ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെടൽ ഇൻ സോ മെനി വേർഡ്സ് ഇങ്ങനെ തന്നെ വിധിയിൽ രേഖപ്പെടുത്തുകയുമാണ് ചെയ്തിരുന്നതെങ്കിൽ ജസ്റ്റിസ് ഉബൈദിനെന്നല്ല ആർക്കും ആ വിധിയെ തടുക്കാനോ അതിൽ ഇടപെടാനോ പറ്റില്ലായിരുന്നു. നേരെ മറിച്ച് എന്താണ് വിജിലൻസ് കോടതി ചെയ്തത്? ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെയും സരിത നായരുടെ മൊഴിയെയും അതിനെയെല്ലാം പരാമർശിക്കുകയും, സോളാർ കമ്മീഷന് മുമ്പിലുള്ള മൊഴിയല്ല, മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളെ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ജോലി ഒരു പോസ്റ്റ് ഓഫീസിൻ്റേത് മാത്രമാണ്, എൻ്റെ ജോലി ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിയായ പോലീസിന് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കൽ മാത്രമാണെന്നുള്ളത്. അത് തെറ്റാണ്. അങ്ങനെയല്ല, അത് അത്ര ലിമിറ്റഡ് അല്ല ഒരു വിജിലൻസ് കോടതിയുടെ അധികാരം. ഒരു മജിസ്ട്രേറ്റിൻ്റെ അധികാരം അത്ര പരിമിതമല്ല. അപ്പോൾ അതിനെ അങ്ങനെ തെറ്റായി വ്യാഖ്യാനം ചെയ്തത് കൊണ്ടാണ് ജസ്റ്റിസ് ഉബൈദിന് ഇത്ര രൂക്ഷമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മളിതിൽ കാണേണ്ട അപകടം, നമ്മളിതിൽ ഈ വിധിയോട് അതിൻ്റെ ഔട്ട്കത്തിനോട് നമുക്കുള്ള വിയോജിപ്പോ എന്ത് തന്നെ ആയിക്കൊള്ളാം, ഇതിനുള്ള അപകടം ഇത് ഈ കേസ് ഞങ്ങൾക്ക് എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇത്ര നിസ്സാരമായി ചവറ്റുകൊട്ടയിൽ ഇടാൻ തക്കമതേ ഉള്ളൂ എന്ന് പറയാൻ, അതിനെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒരു പെയിൻറ്റിങ് ബ്രഷ് കോൺഗ്രസിൻ്റെ ഭരണകക്ഷിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇതിലുള്ള അപകടം. ഇത് നിയമാനുസൃതമായ ഒരു വിധിയായിരുന്നു വിജിലൻസ് കോടതിയുടേതെങ്കിൽ ജസ്റ്റിസ് ഉബൈദ് ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നു വിജിലൻസ് കോടതിയുടെ എന്ന് പറയുമ്പോൾ അദ്ദേഹവും അതേ ട്രാപ്പിലേക്ക് തന്നെ പോവുകയല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് നമുക്ക് ആർക്കും ഇവിടെ ഇരുന്നോട്ട് സൂര്യൻ മണിയറ, അതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഉള്ള പ്രശ്നം. വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളിലുള്ള ആ അപക്വത അല്ലെങ്കിൽ ആ എടുത്തുചാട്ടം അത് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ഒരു സാധാരണക്കാരൻ ഇത്തരം വിധി പ്രസ്താവങ്ങളെ അല്ലെങ്കിൽ ഇത്തരം നടപടികളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്ന പ്രശ്നം വരുന്നു. ഞാൻ ആദ്യം സൂര്യയോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ഞാൻ താങ്കളോട് ആവർത്തിക്കുന്നു. ഒരു സ്ത്രീ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയാൽ കോടതി സ്വാധീനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ശ്രീമതി സൂര്യ ബിനോയ് ആയിരുന്നൊരു വിമർശനം ഉന്നയിക്കുന്ന വിചാരിച്ചേ. ഞാൻ അറിയുന്ന ഒരു വലിയ ഫെമിനിസ്റ്റാണ് സൂര്യ ബിനോയ്. പക്ഷെ അവർക്ക് ഒരു സ്ത്രീയുടെ മൊഴി എന്നുള്ളതിൽ ഒരു വിഷമം തോന്നിയില്ല.
അതിന്റെ അർത്ഥം എന്താണ്? സ്ത്രീകളുടെ മൊഴിക്ക് പുരുഷന്മാരുടെ മൊഴിയേക്കാൾ വില കുറവാണെന്നാണോ? അദ്ദേഹം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. വിഡ്ഢികളുടെ സ്വർഗത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇമാതിരിയുള്ള ഉത്തരവുകൾ പാസ്സാക്കുന്നത്. ഇവിടെ വിജിലൻസ് കോടതി പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് അവർക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് അയക്കും. അതിനെ ചോദ്യം ചെയ്യേണ്ടത് തന്നെ ഒരു ക്രിമിനൽ റിവിഷൻ പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതി. ഇവിടെ അതിന് പകരം ശ്രീ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ വരുത്താൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഭരണഘടനയുടെ 227 അനുച്ഛേദ പ്രകാരം ഒരു റിട്ട് ഹർജി ബോധിപ്പിക്കും. റിട്ട് ഹർജിയിൽ കോടതിയുടെ അധികാര പരിധി ഇതിനേക്കാളും പരിമിതമാണ്. ആ പരിമിതമായ അധികാരത്തിൽ ഇരുന്നിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വ്യാപകമായ തോതിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. കീഴ്ക്കോടതി ജഡ്ജിയെ കുറിച്ച് ഇന്നേ ദിവസം വരെ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയും ഇടക്കാല ഉത്തരവ് വഴിക്ക് ഇതുപോലത്തെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 101% ആത്മാർത്ഥമായിട്ട് ഉറപ്പിച്ചു പറയുന്നു, ഇടക്കാല ഉത്തരവ് വഴിക്ക് ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തിയ സംഭവം ഉണ്ടായിട്ടില്ല. KT കോശി മുതൽക്ക് പ്രഗത്ഭരായ എത്രയോ ജഡ്ജിമാർ, എത്രയോ ചീഫ് ജസ്റ്റിസുമാർ കേരള ഹൈക്കോടതിയിൽ ഇരുന്നുണ്ട്. ഈ ഉബൈദാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. എന്തൊരു അതിക്രമമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത്, എനിക്കിത് പറയാൻ ഒരു മടിയുമില്ല, എനിക്ക് യാതൊരു പേടിയുമില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇടക്കാല ഉത്തരവ് വഴി ഇതുപോലെ പരാമർശങ്ങൾ നടത്തുന്നത് തികച്ചും തെറ്റാണ്, നിയമവിരുദ്ധമാണ്, ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്കെതിരാണ്. ഈ ഉബൈദ എന്ന് പറഞ്ഞ ജഡ്ജിക്ക് ഭരണഘടനയുടെ ഒരു ഡയറക്റ്റ് പഠിച്ചു കൊടുക്കണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിനോട് ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യുന്നു. യെസ്, നിയമത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമായി നിരവധി പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. സൂര്യ ബിനോയ്, ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡിഫോക്കസിലേക്ക് തിരികെ എത്തുന്നു. CP ഉദയഭാനു, A ജയശങ്കർ, അഡ്വക്കേറ്റ് സൂര്യ ബിനോയ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ CP ഉദയഭാനുവിലേക്ക്. ശ്രീ ഉദയഭാനു, ഇന്നലത്തെ വിജിലൻസ് കോടതി വിധി അത് ഏറെ വിമർശിക്കപ്പെട്ടു. അവിടെ കോൺഗ്രസുകാർ അല്ലെങ്കിൽ ഭരണകക്ഷിക്കാർ അതിരൂക്ഷമായി അവിടുത്തെ ജഡ്ജിയെ വിമർശിക്കുന്നു. ഇന്നിപ്പോൾ മറുപക്ഷം അതിരൂക്ഷമായി ഇവിടുത്തെ ജഡ്ജിയെയും വിമർശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. രണ്ട് ജഡ്ജിയും ഒരുപോലെ അപക്വമായി പെരുമാറുന്നു എന്ന തോന്നൽ ഈ വാർത്തകളൊക്കെ കണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ശ്രീ പ്രസാദ്, ഇതില് ജഡ്ജിമാരുടെ പ്രവർത്തനങ്ങളെ നാം ഈ രീതിയിൽ വിമർശിക്കുകയും ഇത് രാഷ്ട്രീയ രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള ഒരു ചക്കളത്തി പോരാട്ടം എന്ന മട്ടിൽ നമ്മൾ എടുക്കേണ്ടതില്ല. ഇതിനെ നാം കാണേണ്ടത് തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ വിധിയിൽ ഇന്നലെ ഉണ്ടായിരുന്ന നടപടിക്രമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച സംഭവിച്ചു എന്നത് കൊണ്ട് മാത്രമാണ് ഹൈക്കോടതി ഇതിൽ നിയമപരമായി ഇടപെടാൻ ശ്രമിച്ചത്. ആ ഇടപെട്ടപ്പോൾ പോലും ഈ കേസിന്റെ ആരോപണ വിധേയമായ വസ്തുതയെ സംബന്ധിച്ച്, അതിന്റെ മെറിറ്റിനെ സംബന്ധിച്ച് ഹൈക്കോടതി തെറ്റായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി ഈ ആ വസ്തുതാ സംബന്ധമായി ആരും കുറ്റവിമുക്തരാണെന്നും പറഞ്ഞിട്ടില്ല. ആ ആക്ഷേപത്തിലേക്കും കടന്നിട്ടില്ല. നടപടിക്രമങ്ങൾ പാലിക്കാത്തത് കൊണ്ടുണ്ടായ ചില കാര്യങ്ങൾ, അതിനർത്ഥം ആരോപണ വിധേയരായ ആളുകൾ കുറ്റവിമുക്തരായിരുന്നു, അവർ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നുമല്ല. ഇവിടെ ഏതൊരു പൗരനും കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട്. കുറ്റകരമായിട്ടുള്ളൊരു പ്രവൃത്തി ഉണ്ടായി എന്ന് ഏതൊരു പൗരനും ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ അത് കോടതിയെ അറിയിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ വിജിലൻസ് അല്ലെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പരാതി എടുക്കുമ്പോൾ പാലിക്കേണ്ട ചില നിബന്ധനകളെ സംബന്ധിച്ച് സുപ്രീം കോടതി കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ച ചില വിധികളുണ്ട്. 1973 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ആ സുപ്രധാന വിധികൾ വന്നിട്ടുള്ളത്. ആ വിധികളുടെ അടിസ്ഥാനത്തിൽ മുൻകൂർ അനുമതി വാങ്ങുക, അതേപോലെ തന്നെ ദുരിത റിപ്പോർട്ടുകൾ ശേഖരിക്കാനായിട്ടുള്ള ഉത്തരവുകൾ കൊടുപ്പിക്കുക, അതിനുശേഷം മാത്രം തുടർ നടപടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിനാണ് അന്വേഷണ ഏജൻസികൾ ചെയ്യേണ്ട ബാധ്യതപ്പെട്ട ചില കാര്യം. അത് ബാധ്യതപ്പെട്ട കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, സമയ ദൈർഘ്യം, ഇവയെല്ലാം ഉണ്ടാകുന്നത് മനസ്സിലാക്കി തൃശ്ശൂർ വിജിലൻസ് കോടതിക്ക് അദ്ദേഹത്തിന്റെ ഉത്തമ ബോധ്യത്തിന്റെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയെന്ന് തോന്നിയ ഒരു ഉത്തരവ് പാസാക്കി. നിയമപരമായി ചില ചട്ടക്കൂടുകൾക്കകത്ത് നിന്നുകൊണ്ട് അത് പാലിച്ചിട്ടില്ല എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. അതെ, അങ്ങനെയാണെങ്കിൽ ശ്രീ ഉദയഭാനു, ജഡ്ജിക്കെതിരെ കോടതിക്ക് വേണമെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ജഡ്ജിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കോടതിയുടെ തന്നെ ഭരണ വിഭാഗത്തിലുള്ള ഒരു അച്ചടക്ക സമിതിയാണ്. അത് മാത്രമല്ല, ജുഡീഷ്യലായി ഇട്ടിരിക്കുന്ന ഒരു ഓർഡറാണ്. ജുഡീഷ്യൽ ഉത്തരവ് അത് തീർച്ചയായിട്ടും ജുഡീഷ്യലായിട്ട് മാത്രമേ പിന്നീട് അത് ഇന്റർഫിയർ ചെയ്യാവുള്ളൂ. അവിടെ അദ്ദേഹം കുറ്റകരമായി ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങിയ ശേഷമോ ആരെയെങ്കിലും സഹായിക്കാനോ ഒന്നും ചെയ്തതല്ല. അദ്ദേഹത്തിന്റെ ഉത്തമ വിശ്വാസത്തിനും ബോധ്യത്തിനും എന്തുകൊണ്ട് അവിടുത്തെ സർക്കാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്
ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ചില അത്യാവശ്യമായിട്ടുള്ള ഉത്തരവുകൾ പാസ്സാക്കേണ്ടി വരും. അനിതര സാധാരണമായിട്ടുള്ള സ്വഭാവ വിശേഷം കൈവന്ന കേസുകളാണ്. അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ സംസ്ഥാനം ഭരിക്കേണ്ട മുഖ്യമന്ത്രി, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി അഴിമതിക്ക് അതീതനായിരിക്കണം, വ്യക്തിത്വമാകരുത്. കറ പുരണ്ടതെന്ന് ബോധ്യപ്പെടുത്തക്ക രീതിയിൽ ഒരു കോടതി കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന വാദങ്ങളിൽ തന്നെ പല പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഞാൻ നിന്നപ്പോഴും ഭരണരംഗങ്ങളിൽ പെട്ട ചില ആളുകൾ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യം, കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പൂർണ്ണമായിട്ടില്ല, കമ്മീഷൻ കണ്ടെത്തലുകൾ നടത്തിയിട്ടില്ല, ക്രോസ് വിസ്താരത്തിന് ബോധ്യമായിട്ടില്ല. അവരോട് വിനയപൂർവ്വം ചോദിക്കാനുള്ളതാണ്, ഒരു പോലീസ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഒരു കൊലപാതകമായിരിക്കട്ടെ, ആ കൊലപാതകത്തിന് കാര്യം ഈ പോലീസ് നടപടി എടുക്കുന്നില്ലായിരിക്കട്ടെ, അല്ലെങ്കിൽ അത് അറിയിക്കേണ്ട ബാധ്യത, അത് ഒരു അന്വേഷണം നടത്തിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ബാധ്യത അതിന്റെ ബന്ധപ്പെട്ട. ശ്രീ സി പി ഉദയൻ, ഓഡിയോയിൽ പ്രശ്നമുണ്ട്, താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ആ നിരീക്ഷണത്തോട് എങ്ങനെ താങ്കൾ യോജിക്കുന്നു? നേരത്തെ സൂര്യ പറഞ്ഞത് ഇതിൽ തന്നെ ഈ രീതിയിൽ ഹൈക്കോടതിക്ക് ഇടപെടാനുള്ള സാഹചര്യം വിജിലൻസ് കോടതിയുടെ വിധിയിൽ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും ശ്രീ ഉദയഭാനു പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് തികച്ചും നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കീഴ്ക്കോടതിയുടെ ഉത്തരവിൽ, വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അധികാരവും ഹൈക്കോടതിക്കുണ്ട്. ഇടപെട്ടോട്ടെ, സ്റ്റേ ചെയ്തോട്ടെ. പക്ഷേ ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണം എന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോട് ഒരു ജുഡീഷ്യൽ ഓർഡർ വഴിക്ക് എങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്? അതിനുള്ള അധികാരം അവർക്ക് കിട്ടി. അതാ ഞാൻ പറഞ്ഞത്, ഈ ജഡ്ജിക്ക് ഭരണഘടനയുടെ പേറാക്കി പഠിച്ചോളൂ. മാത്രമല്ല, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ജഡ്ജി കേസ് വിധിക്കുമ്പോൾ തെറ്റ് പറ്റുന്നു, അത് തൂക്കി കൊല്ലാൻ വിധിച്ച വിധിയാണെന്ന് വിചാരിച്ചോളൂ. കേരള ഹൈക്കോടതിയിലെ പ്രസിദ്ധനായ ഒരു ജഡ്ജി, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഒട്ടനവധി കേസുകൾ തൂക്കി കൊല്ലാൻ വിധിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക വിധികളും ഹൈക്കോടതിയിൽ വന്നപ്പോൾ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയോ ചിലതൊക്കെ വെറുതെ വിടുകയോ ചെയ്തിട്ടുണ്ട്. അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. മറ്റു വിധത്തിൽ വെറുതെ വിടപ്പെടേണ്ടിയിരുന്ന ആളെ തൂക്കി കൊല്ലാൻ വിധിച്ച ജഡ്ജി ആ കാരണത്താൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ആ വിധി അസ്ഥിരപ്പെടുത്തി വെറുതെ വിടേണ്ട കേസ് വെറുതെ വിട്ടു, ജീവപര്യന്തമാക്കേണ്ട ജീവപര്യന്തമാക്കി, തൂക്കിക്കൊല്ല് സ്ഥിരീകരിക്കേണ്ട വിധികൾ സ്ഥിരീകരിച്ചു. അല്ലാതെ ഈ തെറ്റായ രീതിയിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജിയെ തൂക്കിക്കൊല്ലണം എന്ന് വേറൊരു ജഡ്ജി ഹൈക്കോടതിയിൽ ഇരുന്ന് വിധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് തെറ്റാണ്. അങ്ങനൊന്നും വിധിക്കാനായിട്ട് ജസ്റ്റിസ് ഉബൈദിനെന്നല്ല, പടച്ച തമ്പുരാന് പോലും അധികാരമില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അദ്ദേഹത്തിന്റെ ആ രീതിയിലുള്ള പരാമർശങ്ങൾ തികച്ചും തെറ്റാണ്, അനുചിതമാണ്, ഭരണഘടനാ ലംഘനമാണ്. യെസ്, ജയശങ്കർ, തിരിച്ചു വരാം താങ്കളിലേക്ക്. സൂര്യ, ഈ ചർച്ചയിൽ ഇങ്ങനെ വരുമ്പോൾ വിജിലൻസ് കോടതിയുടെ വിധി പ്രസ്താവത്തിലുള്ള ആ രീതിയിലുള്ള അപക്വതയും അതുപോലെ തന്നെ ഹൈക്കോടതി രണ്ടിൻ്റെയും സാഹചര്യങ്ങളും രണ്ടിൻ്റെയും ന്യായീകരണങ്ങളുമാണ് സി പി ഉദയഭാനു നിരത്തിയത്. അതിനോട് അഡ്വക്കേറ്റ് ജയശങ്കർ യോജിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നം അഡ്വക്കേറ്റ് ജയശങ്കർ ആദ്യം മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ചില കാര്യങ്ങളിൽ ജഡ്ജിക്കെതിരെ കോടതിക്ക് വേണമെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തുടങ്ങിയ അമിതമായ ചില ഇടപെടലുകൾ ആ ഭാഗത്തുനിന്നും ഹൈക്കോടതി ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. കോടതിയെ വിമർശിക്കുകയല്ല, മറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? തീർച്ചയായും ആ പറഞ്ഞതിൽ ഞാൻ രണ്ട് അഭിഭാഷകരോടും യോജിക്കുന്നു. അത്തരമൊരു പരാമർശം അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളത്, ഒന്നാമത് ഇതിൻ്റെ ജുഡീഷ്യലായിട്ടുള്ള അനാലിസിസ് വിശകലനം നടക്കുമ്പോൾ, വിധിയുടെ വിശകലനം നടക്കുമ്പോൾ അത്തരമൊരു പരാമർശത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജിലൻസ് കോടതിയിൽ എന്ത് കുറ്റമാണോ ഹൈക്കോടതി ദർശിച്ചത് അതേ കുറ്റം തന്നെ ആവർത്തിക്കപ്പെടുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഗാലറിക്ക് വേണ്ടി പ്ലേ ചെയ്യുന്ന ഒരു പ്രതീതി, അങ്ങനെ അല്ലെങ്കിൽ പോലും ഒരു പ്രതീതി അത് ഉളവാക്കുന്നു. അത് നല്ലതല്ല. ജസ്റ്റിസ് ഉബൈദ് ഭയപ്പെട്ടതുപോലെ തന്നെ അത് നിയമവാഴ്ചയ്ക്ക് ഒട്ടും അനുഗുണമല്ല. ഇത്തരത്തിൽ പരിധി ലംഘിച്ചുള്ള പരാമർശങ്ങൾ എന്ന് തന്നെയാണ് എൻ്റെ ഭയപ്പാട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊന്നും ആരുടെയും പുറകിലൊരു പൊളിറ്റിക്കൽ മോട്ടിവേഷനോ അല്ലെങ്കിൽ അവർക്ക് നിയമത്തെ പറ്റിയുള്ള അജ്ഞതയോ ഒന്നും ആരോപിക്കാൻ നമ്മളാരും മുതിരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ അതിനൊക്കെ ഒത്തിരി പ്രിമച്വറാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഞാൻ നേരത്തെ പറയാതെ വിട്ടത്, ഞാൻ ഒരു സ്ത്രീവിരുദ്ധ നിലപാടെടുത്തു എന്ന രീതിയിൽ വരരുതെന്ന് വിചാരിച്ചാണ്. ഒരു സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതി നടപടികൾ എടുക്കാൻ മുതിർന്നത് എന്നൊരു പരാമർശം ഞാൻ ഹൈക്കോടതിയിൽ ഇന്ന് ഈ വാദം നടക്കുമ്പോൾ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സെൻറ്റൻസ് ആ വിധിന്യായത്തിൽ ഉണ്ടെന്നുള്ളത് എന്നെ ഭയപ്പെടുത്തുന്നു. ഉണ്ടെങ്കിൽ
ഞാനത് നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അല്ല, a person എന്നാണ് ഒരു വ്യക്തിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതെ, ഇപ്പോൾ ഒരു സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ എന്നെ അത് വളരെയധികം ഞെട്ടിക്കുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് വളരെ വളരെ അപലപനീയം തന്നെയാണ്. ഞാനതിന് ചില കാര്യങ്ങൾ നമ്മൾ ഈ ജഡ്ജസിനോട് വിയോജിക്കുന്നതിൽ എനിക്ക് തോന്നുന്നത് യു ഡോണ്ട് ഹാവ് ടു ബെഗ് ടു ഡിഫർ. ചില കാര്യങ്ങൾ നമുക്ക് നേരിട്ട് നിവർന്നതിന് വിയോജിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം ആ വിധിയിലുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അതിനോട് വിയോജിക്കുന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇത്തരം പരാമർശങ്ങൾ അത്ര വിരളവുമല്ല. അതും നമ്മൾ ഓർക്കണം. അരുന്ധതി റോയ്ക്കെതിരെയുള്ള കണ്ടംപ്റ്റ് ഓഫ് വ്യക്തമാണ്. സൂര്യ, ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കളിലേക്കും വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ ഉണ്ടായ വിമർശനങ്ങൾ, കമ്മീഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കെ മറ്റൊരു ഏജൻസി അന്വേഷിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം എങ്ങനെ ന്യായീകരിക്കപ്പെടുന്നു എന്ന സംശയങ്ങളുണ്ടായി. നിയമവിദഗ്ധർ അത് സംബന്ധിച്ച് നിരീക്ഷണങ്ങൾ നടത്തി. ഇന്ന് തന്നെ കാളീശ്വരൻ രാജന്റെ ലേഖനം ഒരു പ്രമുഖ പത്രത്തിൽ വരികയുണ്ടായി. ഇങ്ങനെ ലളിതകുമാരി കേസ് എങ്ങനെ ആ നിയമതത്വം ശരിയായി മനസ്സിലാക്കിയില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത്തരമൊക്കെ സാഹചര്യങ്ങളിൽ വിജിലൻസ് കോടതി വിധി വിശകലനം ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ നിയമവിദഗ്ധരായ നിങ്ങളൊക്കെ തന്നെ പറയുന്നു ഇരു കോടതികളുടെയും നിരീക്ഷണങ്ങളിൽ നിഗമനങ്ങളിൽ തെറ്റില്ല എന്നും പറയുന്നു. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ കോടതികൾ ഇങ്ങനെ അതിരുവിടുന്നുണ്ടോ? ഇടക്കാലങ്ങളിലായി മൊഴി രേഖപ്പെടുത്താൻ പേനയിൽ മഷിയില്ലാത്ത അനുഭവം പോലും നമ്മൾ കണ്ടതല്ലേ? തീർച്ചയായിട്ടും. സരിതാ നായര് കഴിഞ്ഞ ദിവസം കമ്മീഷനിൽ പറഞ്ഞു, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് NV രാജു എന്ന് പറഞ്ഞ മജിസ്ട്രേറ്റിന്റെ അടുത്ത് അവർ കൊടുത്ത രഹസ്യമൊഴിയെ കുറിച്ചാണ്. ആ രഹസ്യമൊഴി അന്ന് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയതാണ്. പിന്നീട് അദ്ദേഹം അത് ഫയലിൽ നിന്ന് നീക്കം ചെയ്തു, അഥവാ നശിപ്പിച്ചു. അതിനെക്കുറിച്ച് ഇവിടെ വിജിലൻസ് രജിസ്ട്രാർക്ക് ഞാൻ പരാതി കൊടുത്തു. രജിസ്ട്രാർ അന്വേഷിച്ചു. രജിസ്ട്രാർ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ നടപടി അനുചിതമാണ് എന്ന് കണ്ടെത്തി. അദ്ദേഹത്തിന്റെ പേരിൽ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തു. അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലാണ്, അല്ലാതെ കോടതി ഉത്തരവൊഴിക്കല്ല. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ചാർജ് ഷീറ്റ് കൊടുത്തു. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലിരിക്കുന്ന പരമകാരുണികന്മാരായ ജഡ്ജിമാര് ഇദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. ആ സർവീസിൽ നിലനിർത്തിയത് മാത്രമല്ല, ഈ പുണ്യവാനെ ജില്ലാ ജഡ്ജിയായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ എന്താണ് നമ്മുടെ ഹൈക്കോടതിയുടെ ധാർമ്മികത? ഞാൻ ചോദിക്കട്ടെ. കുറ്റക്കാരനെന്ന് വിജിലൻസ് രജിസ്ട്രാർ കണ്ടെത്തിയ ആളോട് കരുണ കാണിക്കുകയും ഒരു പൊതു താല്പര്യം മുൻനിർത്തി. അഡ്വക്കേറ്റ് ജയശങ്കർ, വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് താങ്കൾ പറയുന്നതെങ്കിലും എനിക്ക് ഇടപെടേണ്ടി വരുന്നു. സമയപരിമിതി കൊണ്ട് മാത്രമാണ്. മറ്റു അതിഥികൾക്ക് കൂടി സമയം കൊടുക്കേണ്ടതിനാൽ ശ്രീ ഉദയഭാനു, നമുക്ക് സമയപരിമിതിയുണ്ട് എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ നിന്നൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോടതികളുടെ ഇടപെടൽ എത്രമാത്രം ശരിയുണ്ട്? കോടതികൾ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഒരു ജനറലൈസ് ചെയ്ത് കോടതികൾ ഇടപെടുന്ന മുഴുവൻ തെറ്റ് ശരി എന്ന നിഗമനത്തിൽ എത്തുന്നത് ശരിയല്ല. ഇവിടെ സൂചിപ്പിച്ച കാളീശ്വരൻ രാജിന്റെ ലേഖനത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ വിയോജിപ്പ് എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അദ്ദേഹം അതിൽ പ്രധാനമായിട്ടും പ്രതിപാദിച്ചത് കമ്മീഷന്റെ ഉത്തരവ്, അന്തിമ ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ സരിത ഇപ്പോൾ സത്യം ചെയ്ത് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിക്ക് വിധേയമാകാൻ കഴിയുള്ളൂ. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊലപാതകം എന്നുള്ള സംഭവത്തിന്റെ താരതമ്യത്തിന്റെ പ്രസക്തി വരുന്നത്. തീർച്ചയായിട്ടും ഇത് പോലീസിന് നേരിട്ടെടുക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അത് വിജിലൻസിന്റെ ആംഗിളുണ്ട്, അല്ലാത്തതുമുണ്ട്. അങ്ങനെ എടുക്കാവുന്ന പോലീസിനെ നേരിട്ടെടുക്കാവുന്ന ഒരു കുറ്റകൃത്യമായതുകൊണ്ട് ഇന്ത്യയിലെ ഏത് പൗരനും കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിന് കമ്മീഷന്റെ അന്തിമ ഉത്തരവോ വിശകലനമോ ഒന്നും വരേണ്ട ഒരു ആവശ്യവുമില്ല. ആ ഒരു തിരുത്ത് അല്ലെങ്കിൽ ആ ഒരു വിയോജിപ്പ് ആ ലേഖനത്തിലുള്ളത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു തെറ്റായി മാറും എന്ന. വളരെ നന്ദി ശ്രീ ഉദയഭാനു, ശ്രീ ജയശങ്കർ, അഡ്വക്കേറ്റ് സൂര്യ ബിനോയ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഇടപെട്ടതിന് വളരെ നന്ദി. ഡി ഫോക്കസ് ഇവിടെ പൂർണ്ണമാവുന്നു. നാളെ തിങ്കളാഴ്ച മറ്റൊരു വിഷയവുമായി ഡി ഫോക്കസിൽ കാണാം. നമസ്കാരം.